ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റേറ്റിംഗ്സ് കുറവാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് യുൻസു ക്യുങ്ങിൻ്റെ അടുത്ത് പറയും. അങ്ങനെ വിഷമിക്കല്ലേ, ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ, അത് കഴിയുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴെങ്ങനെ നെഗറ്റീവായിട്ട് പറയില്ല എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോങ് അവിടേക്ക് വരും. യുൻസുവിന് ഫേസ് ക്രീം ഒക്കെ ആയിട്ടാണ് വരുന്നത്. റേറ്റിംഗ്സ് കുറവാണെന്നും വെച്ചിട്ട് സ്കിൻ ഒന്നും ശ്രദ്ധിക്കാതിരിക്കണ്ടെന്നാണ് അവൾ പറയുന്നത്. മനഃപൂർവ്വം വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നന്നായിട്ട് പറഞ്ഞുകൂടെയെന്ന് ക്യുങ് ഉടനെ ഹോങ് എടുത്ത് ദേഷ്യപ്പെടും. ഇയാളെന്തിനാണ് യുൻസുവിന്റെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നത്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമെന്ന് അവൾ മറുപടി പറയും. ഇന്നത്തെ ഫുഡ് എന്റെ ചെലവാണ്, എന്ത് വേണം എന്നവൾ ചോദിക്കും. ഇയാളെന്തിനാണ് ചെലവ് നടത്തുന്നത്, എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം നടന്നോ എന്ന് ക്യുങ് ഹോങ് അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും അങ്ങനെയല്ല, ഹോങ് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയാറെന്ന് യുൻസു അവൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അപ്സെറ്റ് ആകാനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഏകദേശം 10 മണിക്കൂറോളം ഒരുമിച്ചല്ലേ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഉടനെ ക്യുങ് ചോദിക്കും. അത്രയും നേരം ഒരുമിച്ചാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇയാളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ തമ്മിൽ അങ്ങനെ അടുപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ് എന്നെ പറ്റി അറിയാമെന്നുള്ള രീതിക്ക് സംസാരിക്കുന്നതെന്നൊക്കെ വഴക്കാവുന്ന രീതിക്കാണ് ഹോങ ക്യുങ്ങിൻ്റെ അടുത്ത് മറുപടി പറയുന്നത്. എന്നിട്ട് അസിസ്റ്റന്റ് റൈറ്റേഴ്സിന്റെ പേരിന്ന് എൻ്റെ പേര് മാറ്റണമെന്ന് യുൻസുവിൻ്റെ അടുത്ത് പറയും. അതെന്തിനാണെന്ന് ഉടനെ ക്യുങ് ചോദിക്കും. ഇത് ഹോങ്ങയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് എന്തോ ഇഷ്ടക്കേടുണ്ട്, അവൾക്ക് ഇത് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ സംസാരിപ്പിക്കാനായിട്ട് യുൻസു നിൽക്കത്തില്ല. പ്രൊഡക്ഷൻ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞിട്ട് ഹോങ്ങയുടെ പേര് മാറ്റിക്കാനായിട്ട് അവള് ക്യുങ്ങിൻ്റെ അടുത്ത് പറയും. ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മൂന്നുപേരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യം കാണിച്ചു തന്ന യാതൊരു ബന്ധവും ഇല്ല, അവർ പെട്ടെന്ന് എന്തിനാണ് സീൻ ഇങ്ങനെ മാറ്റിയതെന്നൊക്കെ ക്യുങ് പരാതി പറയും. അവർ മാറ്റിയിട്ടുണ്ടെങ്കിലും ഡ്രാമ കണ്ടുകൊണ്ടിരിക്കാൻ ഇപ്പോൾ ഒരു രസമുണ്ടെന്ന് ഹോങ് ഉടനെ പറയും. ഡ്രാമ അവസാനിച്ച് കഴിയുമ്പോൾ ലൈവ് റേറ്റിംഗ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് യുൻസു നോക്കും. അതിന് മുമ്പത്തെ ആഴ്ചക്കാട്ടിലും കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് സാരമില്ല, ഇത് ലൈവ് റേറ്റിംഗ്സ് അല്ലേ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ളത് കിട്ടുമല്ലോ, അതിൽ വ്യത്യാസം വരുമായിരിക്കുമെന്ന് ക്യുങ് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കും. ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, അത് യൂഷ്വലി അങ്ങനെയാണല്ലോ എന്നാണ് ഉടനെ ഹോങ്ങ പറയുന്നത്. ഞാൻ കിടക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് യുൻസു അകത്തേക്ക് പോകും. യുൻസുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇതിന് മുമ്പത്തെ എപ്പിസോഡിന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ അവൾ വായിച്ചു നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവ് കമന്റ്സ് ആണ്, ജെൻസന്റെ മാത്രമാണ് പോസിറ്റീവ് കമന്റ്. അത് കാണുമ്പോൾ അവൾ അത് ലൈക്ക് ചെയ്യും. ആരാണ് അത് എഴുതിയതെന്നും അവർക്ക് അറിയത്തില്ല. റേറ്റിംഗ്സിന്റെ കമ്പാരിസൺ ഗ്രാഫ് അയച്ചു കൊടുത്തിട്ട് ഡയറക്ടർ യുൻസുവിനെ വിളിക്കും. ഇയാൾ എഴുതി കൂട്ട് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ സീനും ഇന്നലെ ഞാൻ മാറ്റി എഴുതിയ ഫൈറ്റ് സീനും തമ്മിലുള്ള റേറ്റിംഗ്സിന്റെ വ്യത്യാസം കണ്ടോ, ഇതാണ് പ്രൊഫഷണൽസും അമച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്യും. റേറ്റിംഗ്സ് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ജംഗു അവളെ വിളിക്കും. ഞാൻ കാരണം കുറെ നഷ്ടം സംഭവിക്കുന്നതാണ് തോന്നുന്നതെന്നുണ്ടെ അവൾ പറയും. അതിനെപ്പറ്റി ഇയാൾ വിഷമിക്കണ്ട, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വന്തം കാര്യം ആദ്യം നോക്കണമെന്ന് അവൻ മറുപടി കൊടുക്കും. ഇയാള് വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, അത് കാര്യമാക്കണ്ട, നമ്മൾ മുന്നോട്ട് നോക്കി വേണം പോവാൻ, വീണ് കഴിഞ്ഞാലും എഴുന്നേക്കാനായിട്ട് പഠിക്കണമെന്ന് അവൻ അവളോട് പറയും. ഈ ഡ്രാമയുടെ ഏറ്റവും ലോസ്റ്റ് റേറ്റിംഗ്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരും. അത് കണ്ടിട്ട് ക്യുങ്ങിന് ആകെ സങ്കടമാവും. ഇത് യുൻസു വായിച്ചു കാണും, അതുകൊണ്ടായിരിക്കും രാവിലെ പുറത്തേക്ക് പോയതെന്ന് അവൾ പറയും. എന്തായാലും ഇതിനാരെങ്കിലും സ്കേപ്പ് ബോട്ട് ആവേണ്ടി വരും. എല്ലാവരും ആരെങ്കിലും ബ്ലെയിം ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ടാർഗറ്റ് എന്തായാലും യുൻസു തന്നെ ആയിരിക്കും. ഇന്റേണലി പ്രശ്നങ്ങളുണ്ടെന്ന് ഷൂട്ടിന്റെ സ്ഥലത്ത് പോയിട്ട് അവൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഹോങ്ങ ഉടനെ പറയും. ക്യുങ് അവളോട് തർക്കിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഹോങ്ങ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്കറിയാം. അന്നേരത്തേക്ക് യുൻസു തിരിച്ചു വരും. ഹോങ്ങ ഒട്ടും സിൻസിയർ അല്ലാതെ കാമായിട്ടിരിക്കണം എന്നുള്ള രീതിക്കാണ് യുൻസുവിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ ക്യുങ് ആണെങ്കിൽ അന്നേരം തന്നെ അവൾക്ക് കോഫി പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകും. അന്നേരം ഹോങ്ങയ്ക്ക് ഒരു കോള് വരും. ഇപ്രാവശ്യത്തെ ഡ്രാമ കോൺടസ്റ്റിന്റെ വിന്നർ ഹോങ്ങയാണെന്നാണ് അവളോട് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമാവും. എപ്പോഴാണ് ഡ്രാമ സബ്മിറ്റ് ചെയ്തതെന്ന് ക്യുങ് അന്നേരം ചോദിക്കും. യുൻസു അവളെ ആത്മാർത്ഥമായിട്ട് തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ക്യുങ് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ഇയാളെ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് ഹോങ് അവളോട് പറയുന്നത്. ഞാൻ ഇപ്പൊ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിലും കൂടുതൽ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അവൾ തിരിച്ചു ചോദിക്കും. അങ്ങനെ നിരാശയാകരുത്, മിക്കവാറും ഒരേ രീതിക്കുള്ള സ്ക്രിപ്റ്റ്സ് ഒക്കെയാണ് ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിന് വിൻ ചെയ്യുന്നത്, അതിന് നമുക്കൊരു ഭാഗ്യം കൂടി വേണം. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ ജൂറിയുടെ ടേസ്റ്റ് അനുസരിച്ചാണ് അവര് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാന്ന് ക്യുങ്ങിനോട് പറഞ്ഞ യുൻസു അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഹോങ ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ എന്റെ എഫേർട്സ് ഇയാൾ കുറച്ച് കാണുന്നതായിട്ട് എനിക്ക് തോന്നും, ഇത് വെറും ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതാണ്, അതുകൊണ്ട് എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതിൽ മാത്രം ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ അവൾ ചോദിക്കും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ക്യുങ്ങിന് വിഷമമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് യുൻസു ഉടനെ പറയുകയും ചെയ്യും. ഒരു നിമിഷത്തേക്ക് എനിക്ക് അസൂയ തോന്നിപ്പോയി, അതിന് സോറി എന്ന് പറഞ്ഞിട്ട് ക്യുങ് വീണ്ടും ഹോങ്ങയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. ഞാൻ പോവുകയാണ്,
എനിക്ക് ഒരുപാട് പേരെടുത്ത് ഈ സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനുണ്ട്. നിനക്കെന്ത് വിഷമമുള്ള ദിവസമാണെന്ന് അറിയാം, എന്നാലും എനിക്ക് സന്തോഷിക്കാതെ പറ്റത്തില്ലല്ലോ എന്ന് ഹോങ്ങ ഇൻസുവിൻ്റെ അടുത്ത് പറയും. നിന്റെ ഈ സ്വഭാവമാണ് എനിക്കിഷ്ടം. നിന്റെ ഫീലിങ്സ് നീ അതുപോലെ എക്സ്പ്രസ് ചെയ്യും. എനിക്ക് വിഷമായതുകൊണ്ട് നീ നിന്റെ സന്തോഷം പുറത്ത് കാണിക്കാതിരുന്നെങ്കിൽ എനിക്കത് ഫീൽ ചെയ്തേനെ. നിന്റെ അമ്മയ്ക്ക് എന്തായാലും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവും. പൊക്കോളൂ എന്ന് യുൻസു അവളുടെ അടുത്ത് പറയും. അവളെല്ലാം ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഇത് ഹോങ്ങയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു നിമിഷം അവൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കാതെ അന്നേരം തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോങ്ങ അവിടേക്കാണ് വരുന്നത്. ജംഗ്ഷൻ ഇല്ലേയും ചോദിക്കും. അവൻ ഷൂട്ടിന് പോയേക്കാണ്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ പറയത്തില്ല. അന്നേരം പൂജം അവളുടെ കൂടെ ചെല്ലും. എല്ലാം ഓക്കെ ആണെന്ന് പൂജവും ഹോങ്ങടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഡ്രാമ കോൺടെസ്റ്റിൽ വിന്നർ ആകാനായിട്ട് ഈ വർഷം പറ്റിയെന്ന് അവൾ പറയും. പൂജവും അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ഇയാള് നല്ലൊരാളാണ്, പക്ഷെ എനിക്ക് ഇയാളോട് ഫീലിങ്സ് ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതിരിക്കട്ടെ, ജംഗ്ഷന്റെ ഷൂട്ടിംഗ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അവൾ ചോദിക്കും. പ്രൊഡക്ഷൻ സ്റ്റാഫിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് കാര്യങ്ങളൊക്കെ ജംഗ്ഷന് വിശദീകരിച്ചു കൊടുക്കും. രണ്ടുപേർക്കും ഒരുപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഷ് അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്പോട്ടിൽ അവർ പറയും. അതിനുശേഷം ഇഷ്ടമുള്ള ഒരു ഡിഷ് ആ ആക്ട്രസിന് വേണ്ടിയിട്ടും ഇവർ പ്രിപ്പയർ ചെയ്യണം. കൂടെയുള്ള ഷെഫ് ഓൾറെഡി വന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും മേക്കപ്പ് റൂമിൽ റെഡി ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവന് ഹോങ്ങയുടെ കോൾ വരും. എന്റെ ഷൂട്ട് തുടങ്ങാനായിട്ട് പോവുകയാണ്, എന്തിനാണ് വിളിച്ചതെന്ന് ജംഗ്ഷൻ ചോദിക്കും. ഹോങ്ങ കാര്യം പറയും. അവൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ സാധാരണ പോലെയാണ് പറയുന്നത്. അത് ഹോങ്ങയ്ക്ക് മനസ്സിലാവും. അവൾക്ക് വിഷമമാവുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത ഇയാളുമായിട്ട് ആദ്യം ഷെയർ ചെയ്യണം, ഇയാൾ തന്നെ ആദ്യം എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ വുഡ്സൂപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇയാളെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഇന്ന് രാത്രി വുഡ്സൂപ്പിൽ വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ ഷൂട്ട് കഴിയുമ്പോൾ അവിടേക്ക് വരണം. എനിക്ക് ഇയാൾ ഡിന്നർ വാങ്ങി തരണമെന്ന് ഹോങ് അവനോട് പറയും. അവനത് സമ്മതിക്കുകയും ചെയ്യും. മേക്കപ്പ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ജംഗ്ഷൻ കാണുന്നത് പണ്ടത്തെ മെയിൻ ഷെഫിനെയാണ്. നീയാണോ എൻ്റെ ഒപ്പണന്റ് എന്ന് ചോദിച്ചിട്ടാണ് അയാൾ വരുന്നത്. ജംഗ്ഷൻ അവന്റെ മര്യാദ കാണിക്കും, അയാളെ ഗ്രീറ്റ് ചെയ്യും. നിനക്കെന്നും ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നീ ഇതുവരെ എത്തിയത്? ഇന്നും ഭാഗ്യം നിന്റെ കൂടെ ഉണ്ടോന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. പ്രൊഡ്യൂസർ യുൻസുവിനെ കാണാനായിട്ട് വരും. അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. റേറ്റിംഗ്സ് ലോ ആണ്, ഈ രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ തമ്മിലും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊരു റൈറ്ററിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇയാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് നോക്കാമെന്ന് പ്രൊഡ്യൂസർ അവളോട് പറയും. അവൾക്കത് സമ്മതിക്കേണ്ടി വരും. ഈ സമയത്ത് സെറ്റിലും ആകെ പ്രശ്നമാണ്. ഡയറക്ടറും ആക്ടറും തമ്മിൽ വഴക്കാണ്. സീൻ മാറ്റി എഴുതണം, എഡിറ്റ് ചെയ്തുകൊണ്ട് വരണം എന്നൊക്കെ ആക്ടർ ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ അതൊക്കെ ചെയ്ത് കൊണ്ട് കൊടുത്തിട്ടും ആക്ടർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബാക്കി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വ്യത്യാസങ്ങൾ വരുത്തിക്കോളാമെന്ന് ഡയറക്ടർ പറയുന്നുണ്ട്. എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഇമോഷൻസ് ഒന്നും ഈ ഒരു സ്റ്റേജിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചിട്ടുള്ള സീൻസ് ഒക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാള് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പോകും. അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഡിഷിന്റെ പേര് പറയും. അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന മറ്റൊരു ഡിഷും പ്രിപ്പയർ ചെയ്യണം. 40 മിനിറ്റ്സ് ആണ് സമയം കൊടുത്തേക്കുന്നത്. ഇതിനിടയ്ക്ക് ആങ്കർ വന്നിട്ട് രണ്ടുപേരുടെയും ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സീനിയറിൻ്റെത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറയും. പക്ഷെ ജംഗ്ഷൻ്റെത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എന്ത് തരം ടേസ്റ്റ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൻ അതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം അവിടെ കുക്ക് ചെയ്യാനായിട്ട് വെക്കും. പക്ഷെ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആള് അറിയാതെ അങ്ങോട്ടേക്ക് വന്ന് ആ സ്വിച്ച് ചവിട്ടി അത് ഓഫായി പോകും. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ നോക്കുമ്പോഴത്തേക്കിനും അത് കുക്കായിട്ടില്ല. പ്രശ്നമാവുമോ എന്ന് എല്ലാവരും സംശയിക്കും. കാരണം ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ അവന് കുക്ക് ചെയ്യാൻ പറ്റുമോ ആർക്കും അറിയത്തില്ല. അവൻ റഷ് ചെയ്യും. അതിന് നന്നായിട്ട് വരുമോ എന്നുള്ള സംശയമുണ്ട്. അതിനിടയ്ക്ക് ഷെഫ്ലി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബെല്ലും റിങ് ചെയ്ത് അവിടെ വെറുതെ നിൽക്കും. എന്തായാലും സമയം തീരുന്നതിന് മുമ്പ് ജംഗ്ഷനും അത് ഫിനിഷ് ചെയ്യും. ഇതിന്റെ ഇടയിലുള്ള രസകരമായ കാര്യം, ഷെഫ്ലിയും ഷെഫ് ജംഗ്ഷനും മാസ്റ്ററും ശിഷ്യനും ആണെന്നുള്ള രീതിയിൽ ഹോസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ റെസ്റ്റോറൻറ്റിൽ ജംഗ്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്ന് ഷെഫ്ലി പറയും. അങ്ങനെ ഈ ആക്ട്രസ് ഇവരുടെ ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഷെഫ്ലിയുടെ ഡിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവർ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറയും. ജംഗ്ഷൻ ആണ് വിൻ ചെയ്യുന്നത്. എല്ലാത്തിനും ശേഷം ആക്ട്രസ് അവൻ്റെ അടുത്ത് എന്ന് പറയുന്നത് ടേസ്റ്റ് കൂടുതലുണ്ടായിരുന്നത് ഷെഫ്ലിയുടെ ഡിഷിനാണ്. പക്ഷേ ഇയാളുടെ ഡിഷ് കഴിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ എൻ്റെ 20കളിലേക്ക് മടങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പാരീസിൽ ഞാൻ വെക്കേഷന് പോയതും അവിടെ ടേസ്റ്റ് ചെയ്ത ഡിഷും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇയാളുടെ ഡിഷ് എന്നെ ഹാപ്പി ആക്കി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവന് സന്തോഷമാവും. എൻ്റെ കുക്കിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണെന്ന് അവൻ അന്നേരം അവരോട് മറുപടി ആയിട്ട് പറയും.
ജംഗ്ഷൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങു അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. യുൻസുവിന്റെ ഡ്രാമയ്ക്ക് ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ ആക്ടർ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അയാളെ കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ്. ഇയാളും യുൻസുവും നല്ല ക്ലോസ് ആണെന്ന് തോന്നി. പറ്റുവാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അവളത് വാങ്ങുമോന്ന് അറിയില്ല എന്നൊക്കെ ജംഗു പറയും. എന്നിട്ട് ഇയാളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ജംഗ്സന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കൊരാളെ വിളിക്കാറുണ്ട്, അതിനുശേഷം എങ്ങോട്ടേക്ക് പോകണം എന്ന് തീരുമാനിക്കും എന്ന് പറയും. അപ്പൊ നീ ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്റെ ഡേറ്റിംഗ് ലൈഫിനെ പറ്റി അന്വേഷിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇയാളുടെ ഗേൾ ഫ്രണ്ടിനെ എപ്പോഴാണ് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരിക എന്ന് ജംഗുവിന്റെ അടുത്ത് അവൻ ചോദിക്കും. അധികം താമസിക്കാതെ ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തി തരും എന്ന് പറഞ്ഞിട്ടാണ് ജംഗു അവിടുന്ന് പോകുന്നത്. അവൻ പോയി കഴിയുമ്പോൾ ജംഗ്സൺ യുൻസുവിനെ വിളിക്കും. ഇയാളുടെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. അത് എന്തിനാണെന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. രണ്ടാമത് കൺമുട്ടിയതിനു ശേഷം എവിടെയാണ് താമസിക്കുന്നതെന്നൊന്നും അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജംഗു പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എനിക്കൊന്ന് കാണണമെന്നുണ്ട്, അഡ്രസ്സ് അയച്ചു തരാൻ അവൻ വീണ്ടും പറയും. ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അവൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഹോങ്കോങ് ഗുഡ്സൂപ്പിൽ വന്നിട്ട് ജംഗ്സനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം അവൾക്ക് അവന്റെ കോള് വരും. എനിക്ക് മറ്റൊരു അത്യാവശ്യം വന്നു, വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. എത്ര താമസിച്ചാലും കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, ഇയാൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വരും എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ അവൻ അപ്പോളജൈസ് ചെയ്യും. എനിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറയും. യുൻസുനെ കാണാൻ വേണ്ടിയിട്ടാണ് ജംഗ്സൺ അന്നേരം വരുന്നത്. ഞാൻ ഒരു റൈറ്ററായി എന്ന് സന്തോഷിച്ചിരുന്നു, പക്ഷെ ആ ഒരു കാര്യത്തിൽ പോലും പരാജയപ്പെട്ടു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയും. ജംഗ്സനെ ആശ്വസിപ്പിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് അവൾ കരയുന്നത്. അത് അവൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അവരതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നതന്നെയാണ് പുറത്താരോ ബെല്ലടിക്കുന്നത്. യുൻസുവിന്റെ വീട്ടിലേക്ക് അന്നേരം വന്നത് ഹോങ്ങയാണ്.